بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ മനുഷ്യനെ സന്മാർഗത്തിലോട്ട് നയിക്കുന്നതാണ്, എല്ലാ വഴികളിൽ നിന്നും സംരക്ഷിക്കുകയും സത്യമായ അല്ലാഹു കൽപ്പിക്കുന്ന മാർഗം മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണെന്ന് നാം മനസ്സിലാക്കി. തുടർന്നുള്ള ആയത്തിൽ സന്മാർഗത്തിൽ നിന്നും മനുഷ്യരെ തടയുന്ന ഏതാനും ചില ദുർഗുണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരുന്നത്. الذين يستحبون الحياة الدنيا على الآخرة ويصدون عن سبيل الله ويبغونها عوجا أولئك في ضلال بعيد. അവർ പരലോകത്തേക്കാൾ ഭൗതിക ജീവിതത്തെ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും തടയുകയും അതിൽ വളവുകൾ അന്വേഷിക്കുകയും ചെയ്യുന്നു. അവർ സത്യത്തിൽ നിന്നും വിദൂരമായ വഴികേടിലാകുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം നാം പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും സന്മാർഗം സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് വലിയ നാശമാണുള്ളത്. അവർ അള്ളാഹുവിൻ്റെ വലിയ ശിക്ഷയ്ക്ക് അർഹരാണ്. സന്മാർഗം സ്വീകരിക്കാതിരിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ നമ്മൾ ഓതിയ ആയത്തിലൂടെ അറിയിച്ചിരുന്നത് പരലോകത്തേക്കാൾ ഭൗതികമായ കാര്യങ്ങൾക്ക് സ്ഥാനം നൽകുക എന്നുള്ളതാണ്. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമാണെന്നും തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുമ്പിൽ ഓതി കേൾപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ സത്യമാണെന്നും മക്ക മുശ്രിക്കീങ്ങൾക്കും യഹൂദികൾക്കും നസാറാക്കൾക്കും അറിയാമായിരുന്നു. എന്നിട്ടും അവർ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ അള്ളാഹുവിൻ്റെ ദീനിനേക്കാൾ പരലോക വിജയത്തേക്കാൾ ഭൗതികമായ സ്ഥാനങ്ങൾക്കും ഭൗതികമായ നേട്ടങ്ങൾക്കും സ്ഥാനം നൽകുന്നു എന്നുള്ളതാണ്. ഇതുപോലെയാണ് ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യരുടെ അവസ്ഥ. ആരെല്ലാം പരലോകത്തേക്കാൾ ഭൗതികമായ താല്പര്യങ്ങൾക്ക്, ഭൗതികമായ നേട്ടങ്ങൾക്ക്, സ്ഥാനങ്ങൾക്ക്, സുഖ സൗകര്യങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദീനിനേക്കാൾ സ്ഥാനം നൽകുകയാണെങ്കിൽ അവരുടെ മുമ്പിൽ നിന്നും സന്മാർഗ കവാടങ്ങൾ അടക്കപ്പെടുന്നതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും സ്ഥാനം പരിശുദ്ധമായ ദീനായിരിക്കണം, അള്ളാഹുവിൻ്റെ കൽപ്പനകളായിരിക്കണം, നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമായിരിക്കണം. അതിനേക്കാൾ സ്ഥാനം ഒരിക്കലും ഭൗതികമായ കാര്യങ്ങൾക്ക് നൽകാൻ പാടില്ല. ഒരു വിശ്വാസി എപ്പോഴും അള്ളാഹുവിൻ്റെ തൃപ്തിയായിരിക്കണം പ്രതീക്ഷിക്കേണ്ടത്. എന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതികമായ താല്പര്യങ്ങൾക്കോ ലാഭങ്ങൾക്കോ നേട്ടങ്ങൾക്കോ വേണ്ടി അള്ളാഹുവിൻ്റെ ദീനിനെ ഒരിക്കലും മാറ്റിവെക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ കയ്യടിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ദീനിനെ ഒരിക്കലും മാറ്റിവെക്കാൻ പാടില്ല. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഭൗതികമായ എല്ലാ സുഖങ്ങളെയും സൗകര്യങ്ങളെയും ഭൗതികമായ നേട്ടങ്ങളെയും മാറ്റിവെക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗത്തിൻ്റെ കവാടങ്ങൾ അവൻ്റെ മുമ്പിൽ തുറന്നു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചവർക്കാണ് അള്ളാഹു ഹിദായത്ത് നൽകുക. അള്ളാഹു ഉദ്ദേശിച്ചവരിൽ നിന്നും ഹിദായത്തിനെ, സന്മാർഗത്തെ അള്ളാഹു പിൻവലിക്കുകയും ചെയ്യുന്നതാണ്. ഒരു മനുഷ്യൻ സന്മാർഗത്തിൽ നിന്നും അകന്നു പോവാനും അള്ളാഹുവിൻ്റെ കരുണയുടെ നോട്ടത്തിൽ നിന്നും വിദൂരമാകാനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പരലോകത്തേക്കാൾ അള്ളാഹുവിൻ്റെ ദീനിനേക്കാൾ ദുന്യാവിന് സ്ഥാനം നൽകുക എന്നുള്ളത്. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ പറയുകയുണ്ടായി, മുസ്ലിമീങ്ങളുടെ ശക്തി ക്ഷയിക്കുന്ന ഒരു ദിവസം വരുന്നതാണ്. സഹാബാക്കൾ ചോദിച്ചു, ആ ദിവസം മുസ്ലിമീങ്ങളുടെ എണ്ണം കുറവായിരിക്കുമോ? നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, ഒരിക്കലുമല്ല. ഇന്ന് നിങ്ങൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ആ ദിവസം മുസ്ലിമീങ്ങൾ ഉണ്ടാവുന്നതാണ്. പക്ഷേ അവർ വളരെ ബലഹീനരായിരിക്കും. ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്നും അവരോടുള്ള ഭയത്തെ അള്ളാഹു എടുത്തു കളയുന്നതാണ്. കാരണം അവരുടെ ഹൃദയങ്ങളിൽ വഹന് പിടികൂടുന്നതാണ്. സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് വഹന് എന്ന് പറയുകയാണെങ്കിൽ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. ഒന്ന്, അവർ ഭൗതികമായ കാര്യങ്ങളെ അമിതമായി സ്നേഹിക്കലാണ്. രണ്ട്, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോലും താല്പര്യമില്ലാത്ത രീതിയിൽ മരണത്തെ വെറുക്കലാണ്. ഈ രണ്ട് കാര്യങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായതുകൊണ്ട് അവർ ബലഹീനരാവുന്നതും ശത്രുക്കൾ പോലും അവരെ
നിസ്സാരമായി കാണുന്ന അവസ്ഥ ഉണ്ടാവുന്നതുമാണെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ദുന്യാവ് എന്നുള്ളത് ഒരിക്കലും മനുഷ്യൻ്റെ ലക്ഷ്യമായി തീരാൻ പാടില്ല. മനുഷ്യൻ്റെ ലക്ഷ്യം ദുന്യാവായി തീരുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ദീനിനേക്കാൾ സ്ഥാനം ദുന്യാവിന് കൊടുക്കുന്ന അവസ്ഥയുണ്ടാകുന്നത്. ദുന്യാവ് എന്നുള്ളത് മനുഷ്യൻ്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള, ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഇടമാണ്. ദുന്യാവിൻ്റെ വസ്തുക്കൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള മാധ്യമം മാത്രമാണ്. ഒരിക്കലും ഭൗതികമായ വസ്തുക്കൾ നമ്മുടെ ലക്ഷ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഭൗതികമായ കാര്യങ്ങൾ കൊണ്ടും നമ്മുടെ കാര്യം നടത്തിത്തരുന്നത്. ഒരിക്കലും ഭൗതികമായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതോ അതിനെ സമ്പാദിക്കുന്നതിലോ തേടുന്നതിലോ അള്ളാഹു മനുഷ്യനെ വിലക്കുന്നില്ല. നേരെ മറിച്ച് അനുവദനീയമായ എല്ലാ രീതിയിലും ഭൗതികമായ കാര്യങ്ങൾ ഉപയോഗിക്കാനുള്ള അനുവാദം അള്ളാഹു നൽകുന്നുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം, അവന് കച്ചവടം ചെയ്യണം, ഉദ്യോഗം ചെയ്യണം, സമ്പത്ത് സമ്പാദിക്കണം. ഇതെല്ലാം അള്ളാഹു കൽപ്പിക്കുന്ന കാര്യമാണ്. ഭൗതികമായ കാര്യങ്ങളെ ഉപയോഗിക്കാതെ അത് നിഷേധിക്കുക എന്നുള്ളത് അള്ളാഹു ഒരിക്കലും അനുവദിക്കുന്ന കാര്യമല്ല. നേരെ മറിച്ച് ഭൗതികമായ കാര്യങ്ങൾ, ഭൗതികമായ മാധ്യമങ്ങൾ അതിനെ സ്വീകരിക്കാനും ഭൗതികമായ വസ്തുക്കളെ തേടാനും അള്ളാഹു അനുവദിക്കുകയും പരിശുദ്ധ ഖുർആനിലൂടെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ദുന്യാവിൽ ജീവിക്കുമ്പോൾ ദുന്യാവിൻ്റെ അള്ളാഹു സൃഷ്ടിച്ചതായ അസ്ബാബുകൾ, അള്ളാഹു സൃഷ്ടിച്ചതായ വസ്തുക്കൾ അതിനെ ഉപയോഗിക്കുക എന്നുള്ളതും ദുന്യാവിൽ ജീവിക്കാൻ ആവശ്യമായ രീതിയിൽ അതിനെ ശേഖരിക്കുക എന്നുള്ളതും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഭൗതികമായ അസ്ബാബുകൾ, മാധ്യമങ്ങളെ സ്വീകരിക്കുന്നതിനെ ഒരിക്കലും ഇസ്ലാം വിലക്കുന്നില്ല. കച്ചവടം ചെയ്യുന്നതിനെയോ ഉദ്യോഗം ചെയ്യുന്നതിനെയോ സമ്പത്ത് ശേഖരിക്കുന്നതിനെയോ ഭൗതികമായ മറ്റു മാധ്യമങ്ങളെ സ്വീകരിക്കുന്നതിനെയോ ഒരിക്കലും ഇസ്ലാം വിലക്കുന്നില്ല. നേരെ മറിച്ച് ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. ഈ കാര്യങ്ങൾ ഹലാലായ രീതിയിൽ ചെയ്യാനാണ് അള്ളാഹു തആല കൽപ്പിക്കുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഈ ദുന്യാവ് ഹൃദയത്തിലോട്ട് ഇറങ്ങുന്നതിനെ വിലക്കുന്നുണ്ട്. ലക്ഷ്യം ദുന്യാവായി തീരുക, അള്ളാഹുവിനെ മറപ്പിക്കുന്ന രീതിയിൽ ദുന്യാവ് സമ്പാദിക്കുകയും അതിൻ്റെ പിന്നാലെ ഓടുകയും ചെയ്യുക, ഹറാമായ രീതിയിൽ ദുന്യാവിനെ സമ്പാദിക്കുക, ഇങ്ങനെ ദുന്യാവ് ലക്ഷ്യമായി തീരുന്നതും ഹൃദയത്തിൽ ഏറ്റവും സ്ഥാനമുള്ളത് ദുന്യാവായി മാറുന്നതും അള്ളാഹു തആല ശക്തമായി വിലക്കുന്നുണ്ട്. ദുന്യാവ് മാധ്യമമാണ്. മാധ്യമത്തെ മാധ്യമത്തിൻ്റെ സ്ഥാനത്തിൽ കാണുക. ആ മാധ്യമം കൊണ്ട് കാര്യങ്ങൾ നടത്തിത്തരേണ്ടത് സർവശക്തനായ അള്ളാഹു തആലയാണ്. അതുകൊണ്ട് യഥാർത്ഥമായി കാര്യം നടത്തുന്ന അള്ളാഹുവിനെ മറന്നുകൊണ്ട് കാര്യങ്ങൾ നടത്താനുള്ള മാധ്യമം മാത്രമായ ദുന്യാവിന് നിങ്ങൾ സ്ഥാനം കൊടുക്കാൻ പാടില്ല. അതിനെ നിങ്ങളുടെ ഹൃദയത്തിലോട്ട് ഇറക്കാൻ പാടില്ല എന്ന് ശക്തമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരുന്നുണ്ട്. ഹസൻ ബസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, ഹൃദയത്തിൽ ദുന്യാവിനോടുള്ള സ്നേഹം ഇറങ്ങുകയാണെങ്കിൽ അവൻ എല്ലാ പാപങ്ങളും ചെയ്യുന്നതാണ്. ദുന്യാവിനോടുള്ള സ്നേഹം, ദുന്യാവാണ് എൻ്റെ കാര്യങ്ങൾ നടത്തുന്നത്, ദുന്യാവിലൂടെ മാത്രമേ എനിക്ക് വിജയം ലഭിക്കുകയുള്ളൂ, അതാണ് എൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ആ ദുന്യാവിനെ വെട്ടിപ്പിടിക്കാനായി എല്ലാ പാപങ്ങളും ചെയ്യാൻ അവൻ തയ്യാറാവുന്നതാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിന് എതിരായി പ്രവർത്തിക്കാനും അള്ളാഹുവിനേക്കാൾ സ്ഥാനം ദുന്യാവിന് നൽകാനും അവൻ ഒരു മടിയും കാണിക്കുന്നതല്ല. അതുകൊണ്ട് ഒരിക്കലും ഹൃദയത്തിൽ ദുന്യാവിന് അമിതമായ സ്ഥാനം നൽകുകയും അത് ലക്ഷ്യമാക്കി തീർക്കുകയും ചെയ്യാൻ പാടില്ല. ഭൗതികമായ കാര്യങ്ങളോടുള്ള സ്നേഹം ഹൃദയത്തിൽ ഇറങ്ങുകയാണെങ്കിൽ, അത് ലക്ഷ്യമായി തീരുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പരലോക ചിന്ത അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അള്ളാഹുവിൻ്റെ സ്മരണ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അവർ ആ ദുന്യാവിൻ്റെ കാര്യങ്ങളിൽ ലയിച്ചു പോകുന്നതും അങ്ങനെ അള്ളാഹുവിനെ മറന്നുകൊണ്ട്, മരണത്തെ മറന്നുകൊണ്ട് ദുന്യാവ് തന്നെയാണ് ജീവിതമെന്ന ലക്ഷ്യത്തോടുകൂടി അവർ ദുന്യാവിൽ എല്ലാ പാപങ്ങളും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥയുണ്ടാവും. അങ്ങനെ അവസാനം അവരിലോട്ട് മരണം വരുന്നതും ആ സന്ദർഭത്തിലാണ് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, ഞാൻ യഥാർത്ഥമായി സ്ഥാനം നൽകേണ്ടത് അള്ളാഹുവിനായിരുന്നു എന്ന കാര്യം അവർക്ക് മനസ്സിലാവുക. എന്നാൽ മരണം വന്നു കഴിഞ്ഞാൽ പിന്നീടൊരു മടക്കം ഉണ്ടാവുന്നതല്ല. ഓരോ നിഷേധികളും അള്ളാഹുവോട് ചോദിക്കും, അള്ളാഹുവെ എനിക്ക് അല്പസമയം കൂട്ടിത്തരുക, ഞാൻ നല്ലവനായിക്കൊള്ളാം. അള്ളാഹു തആല അവനോട് തിരിച്ചു പറയുന്നതാണ്, ഒരിക്കലും കൂട്ടിത്തരുന്നതല്ല. അള്ളാഹു നൽകിയ സമയം കഴിഞ്ഞുപോയി. ആ സമയത്ത് അള്ളാഹുവിനെ മറന്നു കളഞ്ഞു. ഇനി ഒരിക്കലും തിരിച്ച് ദുന്യാവിൽ പോയി നല്ലവനാവാൻ സാധിക്കുന്നതല്ല. എന്താണോ ദുന്യാവിൽ ചെയ്ത കർമ്മങ്ങൾ അതിൻ്റെ ഫലമായിരിക്കും ഇവിടെ ലഭിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹിദായത്ത് മനുഷ്യരിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്
ഭൗതികമായ കാര്യങ്ങളോടുള്ള അമിതമായ സ്നേഹമെന്നുള്ളത്. അള്ളാഹുവിൻ്റെ ദീനിനേക്കാൾ ഭൗതികമായ നേട്ടങ്ങൾക്കും കാര്യങ്ങൾക്കും സ്ഥാനം നൽകുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു അവസ്ഥ വന്നാൽ ഒരു ഭാഗത്ത് ദീനനുസരിച്ച് ജീവിക്കാനുള്ള അവസരമുണ്ട്, മറുഭാഗത്ത് ഭൗതികമായ ലാഭങ്ങളും ഭൗതികമായ നേട്ടങ്ങളുമുണ്ട്. ഇങ്ങനൊരു അവസരം വരുമ്പോൾ ഒരു വിശ്വാസി എന്ന രീതിയിൽ അവൻ തിരഞ്ഞെടുക്കേണ്ടത് ദീനിയായ ജീവിതത്തെ ആയിരിക്കണം. ആ ദീനിയായ ജീവിതത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഭൗതിക നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കാൻ തയ്യാറാവണം. അങ്ങനെ ക്ഷമിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അള്ളാഹു തആല ഇരു ലോകത്തും അവന് വിജയം നൽകുന്നതും സന്മാർഗത്തിൻ്റെ കവാടങ്ങൾ അവൻ്റെ മുമ്പിൽ തുറന്നു കൊടുക്കുന്നതുമാണ്. എന്നാൽ നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ ദീനിനെ മാറ്റിവെച്ചുകൊണ്ട് ഭൗതികമായ കാര്യങ്ങളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും വിദൂരമായി പോകുന്നതും സന്മാർഗ കവാടങ്ങൾ അവരുടെ മുമ്പിൽ കൊട്ടിയടക്കപ്പെടുന്നതുമാണ്. മക്ക മുശ്രിക്കീങ്ങൾക്കും യഹൂദി നസാറാക്കൾക്കും സന്മാർഗത്തിൻ്റെ കവാടങ്ങൾ അവരുടെ മുമ്പിൽ കൊട്ടിയടക്കപ്പെടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഇതുതന്നെയാണ്. അവർ സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടും തുച്ഛമായ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അവർ പരിശുദ്ധമായ ദീനിനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് അവരുടെ മുമ്പിൽ നിന്നും ഹിദായത്തിൻ്റെ കവാടങ്ങൾ തടയപ്പെട്ടു. യഹൂദികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകനാണെന്ന് നന്നായി അറിയാമായിരുന്നു, എന്നിട്ടും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവർ ഭൗതികമായ കാര്യങ്ങൾക്ക് കൂടുതൽ സ്ഥാനം നൽകുകയുണ്ടായി. അള്ളാഹുവിൽ നിന്നും സന്മാർഗം തടയപ്പെടാനുള്ള മറ്റൊരു കാരണം കൂടിയും ഈ ആയത്തിൽ പറയുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.